നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പേടിക്കപ്പള്ളിയിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. പള്ളിപ്പടിക്ക് സമീപമാണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് അപകടമുണ്ടായത്. വാഴക്കുളത്തെ മൊബൈൽ ഷോറൂമിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ചു. ഒരാൾ കുടിപ്പിടിയിൽ. പള്ളുരുത്തി രാമേശ്വരം തുണ്ടിപ്പറമ്പിൽ ഷാജഹാനെയാണ് അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴയിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി. റോഡിൽ കുഴി രൂപപ്പെട്ട യാത്രക്കാർ ദുരിതത്തിൽ. മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് അഖില കേരള ബിലോ 1700 ഓപ്പൺ ചെസ് ടൂർണമെന്റ് ശനിയാഴ്ച ശ്രീമൂലം ക്ലബ്ബിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. 60,000 രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ സിൽവർ ജൂബിലി ആഘോഷം സമാപിച്ചു. ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു. സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ നടത്തി. മാത്യു കുഴൽനാടന് ആയങ്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകയുടെ ആദരവ്. ഇടവക വികാരി ഫാദർ ബേസിൽ തേപ്പാല, ട്രസ്റ്റിമാരായ അമൽ ആദായി തോലാനിക്കുന്നിൽ, ഏബിൾ മാത്യു തോലാനിക്കുന്നിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. വാർത്തകൾ വിശദമായി. പേടിക്കപ്പള്ളി പള്ളിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. മൂവാറ്റുപുഴ MC റോഡിൽ പേടിക്കപ്പള്ളി പള്ളിപ്പടിക്ക് സമീപം 2 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെ തൊടുപുഴയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന വാഴക്കുളം സ്വദേശികൾ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തൊടുപുഴ ഭാഗത്തു നിന്നും പോവുകയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിർദിശയിൽ വന്ന വാഴക്കുളം സ്വദേശികൾ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം ഭാഗികമായും തകർന്നു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടം നടന്ന പള്ളിപ്പടി ഭാഗത്ത് റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. വാഴക്കുളത്തെ മൊബൈൽ ഷോറൂമിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ ഒരാൾ കുടിപ്പിടിയിൽ. പള്ളുരുത്തി രാമേശ്വരം തുണ്ടിപ്പറമ്പിൽ ഷാജഹാനെയാണ് വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഴക്കുളത്തെ മൊബൈൽ ഷോറൂമിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ ഒരാൾ കുടിപ്പിടിയിൽ. പള്ളുരുത്തി രാമേശ്വരം തുണ്ടിപ്പറമ്പിൽ ഷാജഹാനെയാണ് വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇങ്ങോട്ട് പറഞ്ഞാലേ ജോലി ചെയ്യാനില്ലേ മിനിറ്റ് ഇറങ്ങി ഇറങ്ങിയിട്ട് ബൈക്കിൽ എടത്തല NAD തൈപ്പറമ്പിൽ സാനു സേവ്യറിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കടയുടെ മുൻവശത്തെ ഷട്ടറിന്റെ ലോക്ക് പൊളിച്ച് അകത്ത് കയറിയ പ്രതികൾ കൗണ്ടർ ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപ, സർവീസിംഗിനായി കൊണ്ടുവന്ന 13 മൊബൈൽ ഫോണുകൾ, CCTV DVR, മൊബൈൽ ചാർജറുകൾ എന്നിവയാണ് മോഷ്ടിച്ചത്. ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് ഷാജഹാൻ പിടിയിലാകുന്നത്. മൂവാറ്റുപുഴ DYSP അബ്ദുൾ മുനീറിന്റെ നേതൃത്വത്തിൽ വാഴക്കുളം ഇൻസ്പെക്ടർ അനീഷ് A, SIമാരായ SN സുമിത, PS ജോജി, സജീവ് കുമാർ, ASIമാരായ CT ഗിരീഷ് കുമാർ, PV അനൂപ്, സീനിയർ CPO വർഗീസ് T വേനാട്ട്, CPO ഉമേഷ് കുമാർ, കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ CPOമാരായ മനേഷ് കേദാസ്, KS അമൽരാജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ
MCS Hospital, we take care of your health. മൂവാറ്റുപുഴയിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി. PO ജംഗ്ഷനിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായത്. മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ ജനറൽ ആശുപത്രിക്ക് സമീപമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ ഉഗ്രശബ്ദത്തോടെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. പൈപ്പ് പൊട്ടി കിടക്കുന്നതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. ഇതുകൂടാതെ റോഡിലെ ടാറിങ് ഇളകി കുഴി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ PO ജംഗ്ഷനിലെ സിഗ്നലിന് സമീപം പൈപ്പ് പൊട്ടി റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ്. ടാറിങ് ഇളകിയതിനെ തുടർന്ന് റോഡിൽ മെറ്റലുകൾ ചിതറിക്കിടക്കുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയുമാകുന്നുണ്ട്. പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുകയും മെറ്റലുകൾ റോഡിൽ ചിതറിക്കിടക്കുകയും ചെയ്യുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കാൽനട യാത്രക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ളം പാഴാകുന്നത് തടയണമെന്നാണ് ആവശ്യമുയരുന്നത്. മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖില കേരള ചെസ് ടൂർണമെന്റ് ശനിയാഴ്ച നടക്കും. ശ്രീമൂലം ക്ലബ്ബിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. മൂവാറ്റുപുഴ ശ്രീമൂലം ക്ലബിന്റെ സഹകരണത്തോടെ മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖില കേരള ബിലോ 1700 ഓപ്പൺ ചെസ് ടൂർണമെന്റ് ശനിയാഴ്ച ശ്രീമൂലം ക്ലബിൽ നടക്കും. മൂവാറ്റുപുഴ ചെസ് ചലഞ്ച് എന്ന പേരിൽ നടക്കുന്ന ടൂർണമെന്റ് 15 മിനിറ്റ് പ്ലസ് 5 സെക്കൻഡ് ഇൻക്രിമെന്റ് ഉൾപ്പെടുന്ന റാപ്പിഡ് ഫോർമാറ്റിലാണ് സംഘടിപ്പിക്കുന്നത്. ബിലോ 1700 ഓപ്പൺ വിഭാഗത്തിൽ നടക്കുന്ന മത്സരത്തിൽ ബിലോ 1700, ബിലോ 1550, അൺറേറ്റഡ്, അണ്ടർ 15, അണ്ടർ 10, അണ്ടർ 7 എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചെസ് ക്ലബ്ബ് 3ാമത് മെഗാ ടൂർണമെന്റാണ് സംഘടിപ്പിക്കുന്നതെന്ന് പ്രസിഡന്റ് ബിനീഷ് കോട്ടമുറിക്കൽ പറഞ്ഞു. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചെസ് പ്രേമികളുടെ ഒരു സംഘടനയാണ് മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ്. മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് ഈ അവസരത്തിൽ മെയ് മാസം 9-ാം തീയതി ശ്രീമൂലം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീമൂലം ക്ലബിൽ വെച്ചുകൊണ്ട് മെയ് മാസം 9-ാം തീയതി ഒരു ചെസ് ചലഞ്ച് എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇത് 3ാമത്തെ മെഗാ ടൂർണമെൻ്റാണ് സംഘടിപ്പിക്കുന്നത്. ചെക്ക്മേറ്റ് ഫിയസ്റ്റ എന്ന ടൂർണമെൻറ്റ് നിർമ്മല കോളേജിലും അതിനുശേഷം ചെസ് ഗാംബിറ്റ് എന്നുള്ള പ്രോഗ്രാം സെൻറ്റ് മേരീസ് റാക്കാർഡിലും വെച്ച് നമ്മൾ ഇതിനു മുന്നേ നടത്തുകയുണ്ടായി. നിരവധിയായ ഒട്ടേറെ ആളുകളുടെ ഒരു കൂട്ടായ്മയായി ഇത് വളർന്നു വരികയാണ്. ചെസ് പ്രേമികളായ എല്ലാ ആളുകളെയും ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ചെസ് ക്ലബിൻ്റെ ടൂർണമെൻറ്റുകൾ മാത്രമല്ല ചെസ് പരിശീലനം നടത്തുന്ന ചെസ് അക്കാദമിയും പ്രവർത്തിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള പ്രായത്തിലുള്ള ആളുകൾക്കും അവരുടേതായ ചെസ് വൈഭവങ്ങളെ ഉയർത്തിയെടുക്കുവാനും കൂടുതൽ മികച്ച ടൂർണമെൻറ്റുകളിലേക്ക് ഒരുപാട് തരത്തിലുള്ള താരങ്ങളെ മൂവാറ്റുപുഴയിൽ നിന്ന് വളർത്തിയെടുക്കുവാനും വേണ്ടിയുള്ള ഉദ്യമത്തിലാണ് മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ ഈ ചെസ് ചലഞ്ച് എന്ന പ്രോഗ്രാം നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് 60,000 രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ മത്സരാർത്ഥികൾക്കും 7 റൗണ്ടുകൾ വീതമുണ്ടായിരിക്കും. വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ഡീൻ കുര്യാക്കോസ് MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിർമ്മല മെഡിക്കൽ സെന്ററിൽ 1 വർഷം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ഡീൻ കുര്യാക്കോസ് MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ചികിത്സാ രംഗത്ത് നിർമ്മല മെഡിക്കൽ സെന്റർ നൽകിയ സമഗ്ര സംഭാവനകൾ നാടിന് ഏറെ മുതൽക്കൂട്ടാണെന്ന് MP പറഞ്ഞു. നമ്മുടെ മുൻപിലെത്തുന്ന രോഗികളെ നല്ല വിധത്തിൽ ചികിത്സിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പരിണിത ഫലം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു വശത്ത് സാധാരണക്കാരായ ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുൻപിലാണ് നിർമ്മല മെഡിക്കൽ സെൻ്ററിനെ പോലെയുള്ള ആശുപത്രികളുടെ ഏറ്റവും വലിയതായ ആവശ്യകതകൾ അന്നും ഇന്നും എന്നും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇവിടെയാണ് സാധാരണക്കാർക്ക് വരാൻ പറ്റുക. ഇവിടെയാണ് ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് വിശ്വസിച്ച് കടന്നു വരാൻ പറ്റുന്നത് എന്നുള്ളത് പറയാതെ വയ്യ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ അടിവരയിടും. അപ്പോൾ ഈ അവസരത്തിൽ ഇക്കാലം അത്രയും 25 വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികൾ, കർഷകർ, സമസ്ത മേഖലയിലുമുള്ള ആളുകൾ അവരൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് ഈ ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അവിടെ ഈ ആശുപത്രിയുടെ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. അതിൻ്റേതായ നിലയിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നാടിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാടിൻ്റെ പേരിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ
വിശിഷ്ട സേവനം നൽകിയ നിർമ്മല മെഡിക്കൽ സെൻ്ററിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, മാനേജ്മെൻറ്റ്, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ആശംസകൾ, നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ ദാനം എമരിറ്റൂസ് മാർ ജോർജ് പുന്നക്കൂട്ടിൽ നിർവഹിച്ചു. നവീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. രാത്രി വയറുവേദന വന്നപ്പോൾ, പാതിരാത്രിയാണ്, ഞാൻ തന്നെ വണ്ടി ഓടിച്ച് അവനുമായിട്ട് ഈ ആശുപത്രിയിൽ വന്നു. സിസ്റ്ററെ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട്, മോന് പെട്ടെന്നൊരു വയറുവേദന വന്നു എന്ന് പറഞ്ഞു. വന്നപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഒരു വയറുവേദന എന്ന് കരുതി എന്നോട് ഒരു ടെസ്റ്റും ഇല്ലാതെ, ഞാൻ ഡോക്ടറുടെ പേര് ഓർക്കുന്നില്ല, കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജസ്റ്റ് അവനെ ഒന്ന് നോക്കി, ഒരു പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന മാത്രം. എൻ്റെ അടുത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞു, ഒരു ടെസ്റ്റ് പോലും ചെയ്തില്ല, ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞു അപ്പൻഡിസൈറ്റിസ് ആണ്, അത് ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് നിൽക്കുന്നത്, ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞു. രാത്രി 11 മണി 11:30 ആയിട്ടുണ്ടാവും. അപ്പോൾ തനിച്ച് നിന്നിരുന്ന എനിക്കൊരു വലിയ അന്താളി പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്, തന്നെയുള്ള കൊച്ചിനെയായിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്ത ഈ ഒരു ഹോസ്പിറ്റൽ ടീം ഉണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു ടെസ്റ്റ് പോലും ഇല്ലാതെ കണ്ട് പെട്ടെന്ന് തന്നെ അത് റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളത് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. സിസ്റ്റർ ജെസ്സിയെ വിളിച്ചത് പറയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ കൂടി യശസ് ഉയർത്തുന്ന രീതിയിലാണ് ഈ ആതുരാലയം നിലനിൽക്കുന്നതെന്ന് ഏറെ അഭിമാനത്തോടു കൂടി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, രൂപത വികാരി ജനറൽ പയസ് മലേക്കണ്ടത്തിൽ, മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊഡോനപ്പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, നഗരസഭാംഗം S മജീദ്, മുൻ അംഗം അബ്ദുൾ സലാം, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജസ്ലിൻ, മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ്, മെഡിക്കൽ സൂപ്രണ്ട് സിസ്റ്റർ ഡോക്ടർ തെരേസ്, ഡെൻകെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. MLA തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു കുഴൽനാടന് ആദരവ്. ആയങ്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയാണ് ആദരവൊരുക്കിയത്. ഇടവക വികാരി ഫാദർ ബേസിൽ തേപ്പാല, ട്രസ്റ്റിമാരായ അമൽ ആദായി തോലാനിക്കുന്നേൽ, ഏബിൾ മാത്യു തോലാനിക്കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരവൊരുക്കിയത്. ഇടവക വൈദികരായ ഫാദർ എൽദോസ് നമ്മനാലിൽ, ഫാദർ ആദായി പുലിക്കോട്ടിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മഞ്ഞളൂർ തകിടിയിൽ TV ജോസ് 69 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 2:30 വടകോട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടത്തപ്പെട്ടു. ഭാര്യ ലിസി, മക്കൾ നീതുമോൾ, നിതിൻ, മരുമക്കൾ സെബിൻ, അലീന. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.